ആഭ്യന്തര സുരക്ഷാ കണ്ണുകളിൽ നിന്നും നോക്കുമ്പോൾ ജമ്മു കാശ്മീർ വളരെ കാലമായി ഇന്ത്യയിലെ ഏറ്റവും സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ ഒന്നായി തുടരുകയാണ്. തീവ്രവാദം, അതോടൊപ്പം തന്നെ സംഘടിത കുറ്റകൃത്യങ്ങൾ, അതിർത്തി കടന്നുള്ള ഭീകര ശൃംഖലകൾ എന്നിവ സുരക്ഷാ ഏജൻസികൾക്ക് നിരന്തരം ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇതിനൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഏത് നേരവും എന്തും സംഭവിക്കാം എന്ന ഒരു തരത്തിലാണ് ജമ്മു കാശ്മീർ നിൽക്കുന്നത്. അത്തരമൊരു അന്തരീക്ഷത്തിൽ ജയിലുകളിൽ ഇനി വെറും പോലീസുകാരുടെ ഒരു സുരക്ഷ അല്ലെങ്കിൽ ജയിൽ വകുപ്പിന്റെ സുരക്ഷ മാത്രം പോരാ, അവിടെ ഒരു തിരുത്തലുകൾ വേണം. അവിടെ ഒരു നിർണായകമായ ഒരു സുരക്ഷാ കേന്ദ്രമായി അവിടെ മാറണം. അതായത് ദേശീയ സുരക്ഷയുടെ ഒരു നിർണായക കേന്ദ്രങ്ങൾ, ദേശീയ സുരക്ഷയുടെ ഒരു പ്രധാന ഒരു നട്ടലായി ജമ്മു കാശ്മീരിലെ ജയിലുകളടക്കം മാറണം. അതായത് അതീവ സുരക്ഷിത മേഖലയായി മാറണം എന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു നീക്കമാണ് ജമ്മു കാശ്മീർ ജയിലുകളിൽ അടിമുടി ഒരു പരിഷ്കരണത്തിന് ഇപ്പോൾ തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ കർശന സുരക്ഷയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. വർഷങ്ങളായി ഭീകര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും റിക്രൂട്ട്മെന്റ് സൗകര്യമൊരുക്കുന്നതിനും ആശയവിനിമയ ശൃംഖലകൾ നടത്തുന്നതിനും മയക്കുമരുന്നും മറ്റ് കള്ളക്കടത്തും നടത്തുന്നതിനും ജയിലുകൾ എങ്ങനെ ചൂഷണം ചെയ്യപ്പെടാമെന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ CISF ജമ്മു കാശ്മീരിലെ ജയിൽ സംവിധാനത്തിൽ അതിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി ഡ്യൂട്ടിയിൽ ഒരു പുതിയ പദ്ധതി അല്ലെങ്കിൽ പുതിയൊരു പരിഷ്കാരം രൂപം വരുത്തിയിരിക്കുകയാണ്. 2023 ഒക്ടോബർ 3 ശ്രീനഗർ സെൻട്രൽ ജയിലിന്റെ സുരക്ഷാ ചുമതല CISF ഏറ്റെടുത്തിരുന്നു. 2023 ഒക്ടോബർ 19 ജമ്മുവിലെ കോട്ട് ബൽവാൽ സെൻട്രൽ ജയിലിന്റെ സുരക്ഷാ ചുമതലയും CISF ഏറ്റെടുത്തു. എന്നാൽ മൊത്തത്തിലുള്ള ജയിലുകളുടെ സുരക്ഷ CISF ജമ്മു കാശ്മീരിൽ ഉള്ളത് ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. തീവ്രവാദം, മറ്റു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധമുള്ള തടവുകാരെ 2 ജയിലുകളിലും പാർപ്പിക്കുന്നുണ്ട്. ഇത് രാജ്യത്തെ ഏറ്റവും സെൻസിറ്റീവായ സൗകര്യങ്ങളിൽ ഒന്നായാണ് ഇത് മാറ്റുന്നത്. CISFന്റെ വിന്യാസത്തിന് മുമ്പ് ജയിൽ പരിസരത്ത് പ്രവേശിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ, സിം കാർഡുകൾ, മയക്കുമരുന്നുകൾ, മറ്റ് നിരോധിത വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ അധികൃതർ പലപ്പോഴും നേരിട്ടിരുന്നു. പലപ്പോഴും ജയിൽ മതിലുകൾക്ക് മുകളിലൂടെ കള്ളക്കടത്ത് നടത്തുകയോ സന്ദർശകർ വഴി കടത്തുകയോ ചെയ്തിരുന്നു. അതേസമയം നിയമവിരുദ്ധ ആശയവിനിമയ ശൃംഖലകൾ ചിലപ്പോൾ ജയിൽ കോമ്പൗണ്ടുകൾക്കുള്ളിൽ നിന്നാണ് പ്രവർത്തിച്ചിരുന്നത്. CISFന്റെ സുരക്ഷയിലേക്ക് ജയിൽ വന്നതോടുകൂടി, അതായത് ജയിലെല്ലാം അവരുടെ കയ്യിലേക്ക് എത്തിയതോടുകൂടി ഒരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ച CISFന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല. ഗുരുതരമായ രീതിയിലാണ് ഓരോ കാര്യങ്ങളും ഒരു തരത്തിലുമുള്ള ഒരു മാറ്റം വരുത്താതെ CISF കൃത്യമായി തന്നെ പാലിക്കുന്നത്. പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും രൂപകൽപ്പന ചെയ്ത ഒരു പ്രൊഫഷണൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത സുരക്ഷാ ഘടന അവതരിപ്പിച്ചു. ഭൗതിക സുരക്ഷ, അതോടൊപ്പം തന്നെ നിരീക്ഷണം, ദ്രുത പ്രതികരണ സംവിധാനങ്ങൾ എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു ബഹുതല സുരക്ഷാ ചട്ടക്കൂടാണ് IST മോഡലിന്റെ കാതൽ. ഭൗതിക സുരക്ഷാ നിരീക്ഷണം, അതോടൊപ്പം തന്നെ ദ്രുത പ്രതികരണ സംവിധാനങ്ങൾ എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു ബഹുതല സുരക്ഷാ ചട്ടക്കൂടാണ് CISF ഏകോപിപ്പിച്ചത്. ചുറ്റളവ് സംരക്ഷണം, കൂടാതെ കർശനമായ പ്രവേശന നിയന്ത്രണം, തടവുകാരുടെ ചലനം നിരീക്ഷിക്കാൻ സന്ദർശകരുടെ സമഗ്രമായ പരിശോധന, ജയിൽ ജീവനക്കാരുടെ പതിവ് പരിശോധനകൾ, ഇലക്ട്രോണിക് നിരീക്ഷണം, സമർപ്പിത ക്വിക്ക് റിയാക്ഷൻ ടീമുകൾ എന്നിവ ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. മൊത്തത്തിൽ രജിസ്റ്റർ സംവിധാനങ്ങളെല്ലാം മാറ്റി ആർട്ടിഫിഷ്യൽ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ബയോമെട്രിക് സംവിധാനത്തിലേക്ക് CISF ഒരു മാറ്റം അവിടെ കൊണ്ടുവന്നു. ഓരോ ലെയറും മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുകയും സുരക്ഷാ ലംഘനങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ആധുനിക ജയിൽ മാനേജ്മെന്റിന് സാധുരായ കാവൽക്കാരെക്കാൾ കൂടുതൽ ആവശ്യമുണ്ടെന്ന് സുരക്ഷാ വിദഗ്ധർ അഭിപ്രായപ്പെടുകയാണ്. ഫലപ്രദമായ ജയിൽ സുരക്ഷ, തുടർച്ചയായ നിരീക്ഷണം, പെരുമാറ്റ വിലയിരുത്തൽ, സാങ്കേതിക വിദ്യ പ്രാപ്തമാക്കിയ ഭീഷണി കണ്ടെത്തൽ എന്നിവയെ ആശ്രയിച്ചിരുന്നു. ജമ്മു കാശ്മീരിലെ ജയിലുകളിൽ CISF സ്ഥാപനവൽക്കരിക്കാൻ ശ്രമിച്ച നിർണായക നീക്കങ്ങൾ അത് വിന്യസിച്ചിരിക്കുന്ന നൂതന സംവിധാനങ്ങളിൽ നോൺ ലീനിയർ ജംഗ്ഷൻ ഡിറ്റക്ഷൻ ഉൾപ്പെടുന്നുണ്ട്. ഇവ സ്വിച്ച് ഓഫ് ചെയ്താലും മറിഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടെത്താൻ സഹായിക്കും. ഡ്യുവൽ വ്യൂ എക്സ്റേ ബാഗേജ് പരിശോധനാ സംവിധാനങ്ങൾ, ബാഗേജുകളുടെ വിശദമായ പരിശോധന എന്നിവയെല്ലാം CISF ജയിലുകളിൽ കൊണ്ടുവന്നു. ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, മറിഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ തിരിച്ചറിയുകയും ചെയ്തു. ദേശീയ സുരക്ഷാ ഘടനയിൽ ജയിലുകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമ്പോൾ ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തിയുള്ള സുരക്ഷിതവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും പ്രൊഫഷണലായി കൈകാര്യം ചെയ്യുന്നതുമായ സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ബ്ലൂ പ്രിന്റ് CISFന്റെ ഇന്റേണൽ സെക്യൂരിറ്റി ഡ്യൂട്ടി മോഡൽ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ മാത്രമല്ല CISFന്റെ ഒരു സുരക്ഷ വേണമെന്ന് പറയുന്നത്. സംസ്ഥാനത്തുള്ള ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ ജയിലുകളിലും CISFന്റെ സുരക്ഷ വേണം. അതോടുകൂടി അടിമുടി ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനത്തെ ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ ആലോചന ഉണ്ടാവുകയാണ്.